യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവൻ. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിവരുടെ ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേയ്ക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. കരുണയും കൃപയും നിറഞ്ഞ സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹവും ശാന്തവുമായ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാദാ ഞങ്ങൾ തിരുവാലയത്തിൽ നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ അതിശയകരമായി നടത്തി. നേടാമായ നാമത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുതൽ ചെയ്തു. പ്രതികൂല ചുറ്റുപാടുകളിൽ അവിടുന്ന് സഹായകനായി കൂടെയിരുന്ന് നാഥാമയ്ക്ക് മുഹൂർത്ത ഗീതങ്ങൾ ആലപിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ ഞങ്ങൾക്ക് മുൻപാകെ അടുത്തു വരുന്നു. ലോകം മുഴുവനും ഭയത്തിൻ്റെ നിഴലിലായിരിക്കുമ്പോഴും നാഥാ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായും ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേ മുഹൂർത്തപ്പെടുത്തുന്നു. ഞങ്ങളുടെ അർപ്പിക്കുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ കുരിശിനെ പുകഴ്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ആരാധനയിലുടനീളം അങ്ങയുടെ ദിവ്യ സാന്നിധ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ക്രിസ്തീശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന ജയിക്കൊള്ളണമേ. ദൈവനാമ സ്തുതിക്കും മഹിമയ്ക്കുമായി 26-ാം ഗീതം നമുക്ക് ആരംഭിക്കും. 26-ാം ഗീതം. സ്തുതിലിത്താനികൾ ആരാധനക്രമം 5-ാം പുറ 3-ാമതായി കാണുന്ന ലിത്താനി, പേജ് നമ്പർ 5, 3-ാമത്തെ
ലിത്താനി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഹോന്നതനായ കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായും ദൈവഭവനവും സ്വർഗവാതിലും ഉണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയായി ഇല്ലാത്തവരാണെന്നും ഓർത്തുകൊണ്ട് പരമാർത്ഥമായ അനുതാപത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ഒരു നിമിഷം നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഒരാഴ്ച കാലഘട്ടം, പ്രത്യേകിച്ച് ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാവിധമായ അനുസരണക്കേടുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും നമ്മുടെ പരപിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം മാപ്പിനായി നമുക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. ഇസ്രായേലേ, നിന്റെ ദൈവമായവരുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകർത്ത നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകർത്തവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. മൗനമായി നമ്മെ തന്നെ വിനയപ്പെടുത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിത പാതയിലെന്നും വിശുദ്ധമാം ജീവിതം നൽകണമേ. വിശ്വാസ ജീവിത പാതയിലെന്നും വിശുദ്ധമാം ജീവിതം നൽകണമേ. അനുതാപ ഹൃദയത്തിനാശ്വാസമരുളും നാഥാ, സവിധേ അണയുന്ന ദാസരിൻ കൃപയേകിടൂ. അനുതാപ ഹൃദയത്തിനാശ്വാസമരുളും നാഥാ, സവിധേ അണയുന്ന ദാസരിൻ കൃപയേകിടൂ. സ്നേഹം, ദിവ്യ സ്നേഹം, കാൽവറി ക്രൂശിലെ സ്നേഹം, എൻ പ്രിയനാഥൻ മാനവർക്കായി സ്വന്തരക്തം ചിന്തി മരിച്ചുയർത്തു. എൻ പ്രിയനാഥൻ മാനവർക്കായി സ്വന്തരക്തം ചിന്തി മരിച്ചുയർത്തു. അനുതാപ പ്രാർത്ഥനയ്ക്ക് ആധാരമായി
പേജ് നമ്പർ 10 പുറത്ത് കാണുന്ന രണ്ടാമത്തെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പറയാം. പേജ് നമ്പർ 10. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങയ്ക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കയില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവും പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാവിധമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. പൊതുവായ സ്തോത്രം ആരാധനക്രമം 15 പുറത്ത് കാണുന്ന രണ്ടാമത്തെ പൊതുവായ സ്തോത്രം നമുക്ക് ദൈവത്തിന് ഓരോ അപേക്ഷകൾക്ക് ശേഷവും സഭയായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പ്രതിവാക്യമായി പറയും. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹമുള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട്, ക്രിസ്തയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്, മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായും ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവമാർഗങ്ങൾ എന്നിവയ്ക്കായും ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായും ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിനും ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായും ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായും ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി 17 പുറത്ത് കാണുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിപ്പാൻ കൃപയരണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാട്ടുപുസ്തകത്തിലെ 289 ഗീതം ഗായക സംഘത്തോടൊപ്പം നമുക്കും പാടി ദൈവത്തെ മഹത്വപ്പെടും. Lord.
ഇന്നത്തേക്കുള്ള സങ്കീർത്തന വേദഭാഗം 147-ാം സങ്കീർത്തനം 1 മുതൽ തീർത്തുമുള്ള തിരുവെഴുത്തുകൾ വാക്യപ്രതിവാക്യമായി വായിക്കും. സങ്കീർത്തനം 147. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോട് യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാതിന്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അവൻ നിന്റെ വാതിലുകളുടെ വാടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ നീർക്കട്ട കഷണം കഷണമായി എറിയുന്നു, അവന്റെ കുളിർ സഹിച്ച് നിൽക്കുന്നവർ ആർ? അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ എല്ലാവർക്കും ഇരിക്കും. ഇന്നത്തെ ലേഖന വേദഭാഗം ശ്രദ്ധിപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തുകൾ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തുകൾ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായും കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അത് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ
ഞങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവഇഷ്ടത്തിനും ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താല്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവർത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. ഒരുതന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുരക്ഷിതവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരയണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുരക്ഷിതം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുരക്ഷിതം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറയും കുറവും കണ്ടില്ല. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവെഴുത്തുകൾ. വിശുദ്ധ സുവിശേഷ വേദഭാഗം മത്തായി 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവെഴുത്തുകൾ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും
മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിയുമല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിപക്കാരെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ആരാധനക്രമം 22-ാം പുറത്ത് കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവാണ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയത്തിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നാളുകളിൽ ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ദക്ഷിണ കേരള മഹായിടവക ഈ ഭാഗത്ത് നിയോഗിച്ചിരിക്കുന്ന ജോൺ ക്ലിപ്പോർഡ് അച്ഛന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഇടവകയിലെ മുഴുവൻ സഭാജനങ്ങളെയും ഒരേപോലെ സ്നേഹിപ്പാനും കരുതുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ ദേവാലയത്തിൽ തിളക്കമാർന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ പ്രിയമകന് ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ കുടുംബത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കാം. അതുപോലെ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ വളരെ ഭാരത്തോട്, വേദനയോട്, പ്രയാസത്തോട് ആയിരിക്കുകയാണ്. വാർദ്ധക്യസഹിതമായ അസുഖങ്ങളാലും ഭാരത്താലായിരിക്കുന്ന നമ്മുടെ അമ്മയപ്പന്മാരെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 65 വയസ്സ് കഴിഞ്ഞവർക്ക് ദേവാലയത്തിൽ വരുവാൻ കഴിയാത്ത സാഹചര്യവും, അതുപോലെ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത സാഹചര്യവും ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ യുവ സഹോദരങ്ങൾ തങ്ങളുടെ കുഞ്ഞുമക്കളുമായി ഭവനത്തിലായിരിക്കുകയാണ്. അവർക്ക് ദേവാലയത്തിൽ വരുവാനുള്ള വളരെയധികം ആഗ്രഹത്തിലാണ് പ്രിയമക്കളായിരിക്കുന്നത്. ഭവന വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പ്രിയമക്കളുടെ ഭാരവും വേദനയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത്തരത്തിൽ ഭാരത്തോട് വേദനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ തിരുകരങ്ങളേൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ലോകം മുഴുവനും കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന രോഗമാണ്. ഈ രോഗം ഈ സമൂഹത്തിൽ നിന്നും നിർവീര്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ രോഗത്തിന് പ്രതിവിധിയായി എത്രയും പെട്ടെന്ന് മെഡിസിൻ കണ്ടുപിടിക്കുവാനും ആ മെഡിസിനിലൂടെ ഈ രോഗം ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കോടിക്കണക്കിന് ആളുകളാണ് കോവിഡ് രോഗം മുഖാന്തരം രോഗബാധിതരായിരിക്കുന്നത്. ലക്ഷോപലക്ഷം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നിതാന്ത ജാഗ്രതയിലായിരുന്നു, ഇപ്പോഴും അവരായിരിക്കുന്നു. പോലീസ് സേന, മറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പള്ളിപ്പണിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് കണ്ണുനീരോടുകൂടി നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് തിരുകരങ്ങളിൽ ഏൽപ്പിക്കാം. കാലാകാലങ്ങളിൽ വരുന്ന സഭാ ശുശ്രൂഷകന്മാരോടൊപ്പം പ്രവർത്തിപ്പാൻ ദൈവം ഇടവക കമ്മിറ്റിയെയും ഇടവകയിലെ മറ്റ് സംഘടനകളെയും ദൈവം ഒരുക്കുന്നതിന് ഓർത്ത് നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. കഴിഞ്ഞ നാളുകളിൽ ഈ ഇടവകയ്ക്ക് നല്ല നേതൃത്വം നൽകിയ ഷാജി ജോണച്ചന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ ഈ ദേവാലയത്തിന് ശുശ്രൂഷ നൽകിയ എല്ലാ പുരോഹിതന്മാരെയും സഹശുശ്രൂഷകന്മാരെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ എല്ലാവിധമായ ആവശ്യങ്ങളെയും ഇടവക കമ്മിറ്റിയെയും കമ്മിറ്റിയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിസ്ട്രിക്റ്റ് മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ മോഡറേറ്റർ തിരുമേനി, മോസ്റ്റ് റവറന്റ് ധർമ്മരാജ പ്രസാദം തിരുമേനിയെയും കുടുംബത്തെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ മഹായിടവയുടെ ഔദ്യോഗിക ഭാരവാഹികളെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നാളുകളിൽ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞു നല്ല റിസൾട്ടോടുകൂടി ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. ഈ ഇടവകയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി എല്ലാ കുഞ്ഞുങ്ങളും പാസ്സാവുകയും ഉന്നത പഠനത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ പ്രിയ കുഞ്ഞുങ്ങളെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത് വരാൻ പോകുന്ന റിസൾട്ടുകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. +2, ഡിഗ്രി, മറ്റു വിധമായ എല്ലാവിധമായ കോഴ്സുകളെയും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന നമ്മുടെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, എല്ലാ പ്രിയ മക്കളെയും നമുക്ക് ഓർക്കാം. രോഗികളായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഈ സഭയിലെ എല്ലാ പ്രിയ മക്കളെയും ഓർക്കാം. പ്രത്യേകിച്ച് ഓപ്പറേഷനൊക്കെ വിധേയമായിരിക്കുന്ന പ്രിയ മക്കളെ ഓർക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപകടങ്ങളിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വെള്ളൂർക്കോണം റോബിൻസൺ എന്ന് പറയുന്ന സഹോദരൻ ചെറിയൊരു അപകടത്തിലായിരിക്കുന്നു. പ്രിയ മകനെയും നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഗർഭാനന്തരം കുഞ്ഞുങ്ങളുമായി ഭവനത്തിലായിരിക്കുന്ന പ്രിയ മക്കളുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിദൂര സ്ഥലങ്ങളിൽ, അതായത് വിദേശ രാജ്യങ്ങളിലും മറ്റ് അറബ് രാജ്യങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ വിശ്വാസികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സുരക്ഷിതമായി അവർ അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാൻ ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇത്യാദി ആവശ്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്താം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ
സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. കൃപയുള്ള ദൈവമേ, അങ്ങ് സദാ പ്രവർത്തന നിരതനായി ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ജീവന്റെ പരിപൂർണതയും വെളിപ്പെടുത്തിയിരിക്കാനും ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങളോട് ഉത്തരവാദിത്വ ബോധമുള്ളവരായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന അച്ഛനെ തിരികരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ആദ്യത്തെ സർവീസിലൂടെ ഞങ്ങൾ കേട്ട തിരുവെഴുത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലും ഞങ്ങളുടെ ദാസന്റെ വചനം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായി തീരുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭക്തരും വിശ്വസ്തരും ദുരാദായം ഉയർത്തുന്നവരുമായി വിഭവ വിനിയോഗത്തിൽ കാര്യക്ഷമത ഉള്ളവരായിരിക്കാൻ ഞങ്ങളുടെ ഇടവകയിലെ ആപാലവൃത്തം ജനങ്ങളെയും ദൈവമേ അങ്ങ് സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ഈ ആരാധനയിൽ ആഗതരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയഭാരത്താല വേദനയോടുകൂടി ഈ ഭാഗത്ത് മുട്ടുകുത്തിയിരിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 വൈദികരായി ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുമ്പോൾ ആശ്വാസദായകനായ ദൈവമേ, പ്രിയമക്കൾ സൗഖ്യത്തോട് വിടുതലോട് ആശ്വാസത്തോടുകൂടി അവിടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കണം. ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ ദേവാലയത്തിൽ വരുവാനും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ നൽകിയല്ലോ മാത്രം. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും ഓൺലൈനിലൂടെ ഞങ്ങൾ ചുരുക്കമായ 5 പേരിലൂടെ ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നടപടിയായി നടത്തുവാൻ ദൈവം സഹായിച്ചു. ഒരാരാധന പോലും പെൻഡിങ് ഇല്ലാതെ ശുശ്രൂഷകരെന്ന നിലയിൽ, ഇടവക കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ഇടവകയുടെ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഇനിയും തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവകൃപ ധാരാളമായി പകർന്ന് അനുഗ്രഹിക്കണം നാഥ. മാനസികമായ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. ദൈവം അവർക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകണം നാഥ. കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ കടഭാരങ്ങൾ ദൈവം മാറ്റിക്കൊടുക്കണം. ദൈവമേ കർത്താവെ, അവർക്ക് സമാധാനവും സന്തോഷവും ദൈവം നൽകി അനുഗ്രഹിക്കണം നാഥ. നിന്റെ കൊത്തളങ്ങളിലും വാതിലുകളിലും സമാധാനവും സന്തോഷവും നൽകുമെന്നും ദൈവത്തിന്റെ വചനം ഞങ്ങളെ ദൈവമേ കേൾപ്പിച്ചല്ലോ നാഥ. ആ ദൈവ ശബ്ദപ്രകാരം ദൈവമേ ഞങ്ങൾക്ക് ദൈവം സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ അർത്ഥവത്തായ ജീവിതമുള്ളവരാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണം. മനം തകർന്നവരെ അങ്ങ് സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവമേ, അപ്പ അങ്ങ് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പോലും ആഹാരം നൽകുന്ന ഒരു ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടല്ലോ നാഥ. അപ്രകാരം ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. അവൻ നിന്റെ വാതിലുകളെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വചനപ്രകാരം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വിശ്വസ്തയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സജ്ജമാക്കണം നാഥ. ഈ ആരാധനയുടെ ഭാഗമായിരിക്കുന്ന എല്ലാവരെയും തിരികരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ ഈ സ്ക്രീനിലൂടെ ദൈവമേ ഈ ആരാധനയിൽ ഭാഗമായിരിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ സൗഖ്യപ്പെടുത്തണം. രോഗത്താൽ ഭാരത്താൽ വേദനയാലായിരിക്കുന്ന പ്രിയ മക്കളുണ്ട്. മറ്റുവിധമായ വിവിധങ്ങളായ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. യേശുവപ്പ, എത്രയും പെട്ടെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ നല്ല പ്രപ്പോസലുകൾ നൽകി നല്ല കുടുംബ ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാൻ ദൈവം സഹായിക്കണം. ആ ശുശ്രൂഷകൾ ദൈവമേ ഇടവകയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് നിർവഹിപ്പാനുള്ള ഭാഗ്യകരമായ ഒരവസ്ഥ ദൈവം വരും ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഒരുക്കി തരണം. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ ദൈവം സഹായിക്കണം നാഥ. ഞങ്ങളുടെ തലമുറ ആരുടെയും പിന്നിലല്ല നാഥ, മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഹാടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാടവയിലെ എല്ലാ പ്രിയ മക്കളെയും തിരികരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ രാജ്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഞങ്ങളുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, എല്ലാ മന്ത്രിമാരെയും എല്ലാവരെയും ഞങ്ങൾ തിരികരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഉറവിടം കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്ന യേശുവപ്പ, ദൈവമേ, സ്വയം നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഈ മഹാമാരിയിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുള്ളൂ എന്നുള്ള ബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകണം. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടി കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവമേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെല്ലാം ദൈവം കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കണം. ഈ താലൂക്കിലുള്ള മുഴുവൻ ജനത്തെ തിരികരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് ബാധയിൽ നിന്നും ഈ സംസ്ഥാനത്തെയും കർത്താവ് ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയും പ്രത്യേകിച്ച് നെടുമങ്ങാട് താലൂക്കിനെ ദൈവം കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയ മക്കളിലും മേലും ദൈവാത്മാവ് ധാരാളമായി പാർന്ന് അനുഗ്രഹിച്ച് ഒരു ജനമായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഞങ്ങൾക്ക് സഹായിക്കണം. ദൈവകൃപയാ ഞങ്ങൾ നിറയ്ക്കണം. മാനമഹത്വം തിരുമിന് തന്നെ എടുക്കണം. യേശുനാമത്തിൽ കൃപയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരീശ സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പോലെ ഞങ്ങളുടെ പാപടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കടത്താൻ സകല ദോഷം പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ സമയം ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര വഴിപാട് മേശമേൽ അർപ്പിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ദൈവസേനയിൽ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കാണിക്ക സമർപ്പിക്കാറുണ്ട്. ഇന്നത്തെ 2 സർവീസിലും നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ സർവീസും ഭംഗിയായി നടത്തുവാൻ ദൈവം സഹായിച്ചു. ഈ പാട്ട് പാടുമ്പോൾ തന്നെ 2 പാത്രം ഇവിടെ വച്ചിട്ടുണ്ട്. അതിൽ ഒരു പാത്രത്തിൽ സ്തോത്രം കാണിക്കുകയും എൻ്റെ ഇടത് ഭാഗത്തായിരിക്കുന്ന പാത്രത്തിൽ സഭയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ സമർപ്പിക്കാവുന്നതാണ്. ഇത്യാദി ആവശ്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇനി വരുന്നവരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, വളരെ ഡിസ്റ്റൻസ് അകലം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു കാണിക്കകൾ നേർച്ചകൾ അർപ്പിച്ച് സന്തോഷത്തോടെ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമേ എന്ന് ഏറ്റവും വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവനാമകത്വത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ഈ നേർച്ചകളെ, ഈ അർപ്പിതങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേക നേർച്ചകൾ അർപ്പിച്ചവരുടെ പേര് വിവരങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. പ്രിയപ്പെട്ട ലീലമാതാവ് പാതിരിയോട്, ഐസക് ജെ ഷൈൻ ഗ്രേസ് വില്ല SSLC പരീക്ഷയിൽ വിജയിച്ചതിന് സ്തോത്രം അർപ്പിച്ചിരിക്കുന്നു. ഷീല രാജൻ മിഷൻ ഹൗസ്, രാഹുൽ രാജ് മിഷൻ ഹൗസ്, അതുൽ രാജ് മിഷൻ ഹൗസ്. പ്രത്യേക സ്തോത്ര കാണിക്ക അർപ്പിച്ചിരിക്കുന്ന മോഹൻ രാജ് ആൻഡ് ഫാമിലി തോപ്പിൻ വീട്, ജോയൽ ND കരുണ, ഗ്രേസ് വില്ല ദൈവം നൽകിയ സൗഖ്യത്തിനായി സ്തോത്ര കാണിക്ക അർപ്പിച്ചിരിക്കുന്നു. ഷൈൻ കുമാർ, ഹിമ ഷൈൻ, ആൽഷിൻ ഷൈൻ കുന്നിൽ പുഷ്പവിലാസം കുടുംബമായുള്ള നേർച്ച. സരസമ്മ ഇടയ്ക്കട്ടക്കോണം കണ്ണിൻ്റെ സുഖത്തിനു വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ജന്മദിന കാണിക്ക അർപ്പിച്ചിരിക്കുന്നത് ആതിര, ഷീലാഭവൻ പുത്തൻപാലം. അതുപോലെ ദൈവത്തിന് സ്തോത്രം ഡൈറ്റസ് ആൻഡ് ഫാമിലി നേർച്ച കാണിക്ക മിഷ്യൻ ഫീൽഡ് മാസവരി. വീണ്ടും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കാണിക്ക സമർപ്പിക്കും. പള്ളിപ്പണിക്ക് വേണ്ടി സംഭാവന നൽകിയവർ ചന്ദ്രബോസ് ഏതേൻ ഗാർഡൻ, ബെൻറോയി TC ബെന്നാർക്ക്, CL മോഹനകുമാർ സീനായി പാലസ്, അനിതാ മോഹൻകുമാർ സീനായി പാലസ്. അതുപോലെ പേരെഴുതാതെയും ഒരുപാട് കാണിക്കകൾ അർപ്പിച്ചിട്ടുണ്ട് പള്ളിപ്പണിക്ക് വേണ്ടി. എല്ലാവിധമായ അർപ്പണങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സാലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സാലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പ്രാർത്ഥിക്കാം. എല്ലാ ദാനങ്ങളുടെയും നന്മകളുടെയും കേദാരമാവുന്ന ഞങ്ങളുടെ ദൈവമേ, വിശ്വാസി സമൂഹമായി ആരും വെറുതെയായി വരാതെ ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം ദൈവസന്യ സ്തോത്ര കാണിക്ക അർപ്പിക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ താലത്തിൽ കരം സ്പർശിച്ച പ്രിയ മക്കളെ അപ്പൻ്റെ പൊന്നു കരങ്ങളിൽ സമർപ്പിച്ചടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 വൈദികരായി ഞങ്ങൾ ഒരുമിച്ച് ആത്മാർത്ഥതയോടുകൂടി ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി സഹായിക്കണമെന്ന് ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പള്ളിപ്പണിക്ക് വേണ്ടി സംഭാവന ചെയ്ത പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേരെഴുതിയും പേരെഴുതാതെയും അർപ്പിച്ചിരിക്കുന്ന അർപ്പണങ്ങളിൽ ദൈവകൃപ ധാരാളമായി പകരണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേവാലയം മനോഹരിത കാണുവാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടായിരിക്കുന്ന പ്രിയ മക്കളുണ്ട് നടത്താം. ദൈവമേ, അവരർപ്പിച്ചിരിക്കുന്ന നേർച്ചകളെ ദൈവം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് കാണുന്ന തരത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിന് ഓർത്ത് നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇനിയും ദൈവമേ, ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കുന്നതാകാം. മോശയുടെ നല്ല വാക്കുകൾ കേട്ട് ജനം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ചല്ലെന്നാക്കാം. അതേപോലെ കാലാകാലങ്ങൾ വരുന്ന ശുശ്രൂഷകരുടെ നല്ല വാക്കുകൾ കേട്ട് ദൈവമേ, ഈ നിർമ്മാണത്തിന് വേണ്ടി ആത്മാർത്ഥമായ എല്ലാവരും ദൈവമേ കർത്താവെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ നേർച്ചകൾ അർപ്പിച്ചവരുണ്ട്. രോഗത്താൽ ഭാരത്താലായിരിക്കുന്ന പ്രിയ മക്കളുണ്ട്. കർത്താവെ, സരസമ്മ എന്ന ഞങ്ങളുടെ വാത്സല്യ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കണ്ണിൻ്റെ കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ അവരായിരിക്കുകയാണ് നാഥ.
എല്ലാ പ്രതികൂല അവസ്ഥകൾ ദൈവമേ, ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ മാതാവിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പലവിധമായ ഭാരത്തിലും വേദനയിലും ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ അതിയായി സ്നേഹിക്കുന്നു. അപ്രകാരം വചനപ്രകാരം ദൈവമേ, സൗഖ്യത്തോട്, വിടുതലോട്, ആശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ചിരിക്കുന്ന നേർച്ചകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇരട്ട നന്മകളും അനുഗ്രഹങ്ങളും നൽകി സഹായിക്കും. SLC പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ പൈതലും ദൈവമേ, സ്നേഹത്തോട് ആദരവോടുകൂടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന നേർച്ചയെ തിരികെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഗ്രേസ് ടീച്ചറെ ഈ സമയം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്രകാരം രോഗത്താലും ഭാരത്താലും വേദനയിലായിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ ധാരാളമായി പാറും. ജന്മനാൾ സ്തോത്ര കാണിക്ക അർപ്പിച്ചവരുണ്ട്. അതുപോലെ മറ്റുവിധമായ മാസവരി എല്ലാവിധമായ സ്തോത്ര കാണിക്കയുണ്ട്. ദൈവകൃപ കൂടെ ഇരിക്കണം. ഈ ആരാധനയുടെ ശേഷിച്ച സമയവും ദൈവകൃപയെ ഞങ്ങളെ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. ഈ ആഴ്ചകളിൽ ജന്മനാൾ ആഘോഷിക്കുന്നവരുടെ പേര് വിവരങ്ങൾ വായിച്ചു കേൾപ്പിക്കും. വിജി തുമ്പോട്, ഷാൻ സിറ്റാട്, ബ്രിൻസി ബി ബ്രൂസ് അനുഗ്രഹ, ഫെലിക്സ് വിൻസ്ഡെയിൽ, ഷിജു സിയർ ഷീജാഭവൻ, അരുൺ മങ്ങണിക്കോണ, ജിജി വാൻപ. അതുപോലെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ എസ് ഷൈൻ ആൻഡ് SJ ഷൈനി പാതിരിയോട്, KS പ്രമോദ് ആൻഡ് സൗമ്യ മോഹൻ, KS നിവാസ്. വിവാഹ വാർഷികവും അതുപോലെ ജന്മനാളും ആഘോഷിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും APM നെടുമങ്ങാട് ദേവാലയത്തിൻ്റെ നാമധേയത്തിൽ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവിധമായ നന്മകളും ഞങ്ങൾ നേരുന്നു. ദൈവം നമ്മ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമ്മുടെ ഇടവകയിൽ പുതുതായി നിയുക്തമായ ബഹുമാനപ്പെട്ട ജോൺ ക്ലിഫോർഡ് അച്ഛനെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുവാനുള്ള സമയമാണ്. ഈ സമയം ബഹുമാനപ്പെട്ട നമ്മുടെ സഭാ സെക്രട്ടറി ബെൻഡ്രോയ് സാറ് മുന്നോട്ട് വന്ന് അച്ഛനെ സ്വാഗതം ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ പരിസ്ഥാനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഭാധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹശുശ്രൂഷകർ, കോയറങ്ങളെ വിശ്വാസികൾ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് മുന്നേയുള്ള വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നത്. മഹായുടെ സെക്രട്ടറി അച്ഛനെ വിളിച്ച് പറയുകയും തിരിച്ച് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു രേഖാമൂലമുള്ള അറിയിപ്പ് വീണ്ടും കിട്ടുന്നത് തിങ്കളാഴ്ചയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അച്ഛനെ ട്രാൻസ്ഫർ ഒരു നല്ലൊരു യാത്രയയപ്പ് നൽകുവാനോ മറ്റൊന്നും സാധിച്ചില്ല. ഷാജി ജോണസൻ കഴിഞ്ഞ ലോറൻസ് അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് ഈ സഭയിൽ ചാർജ് എടുക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തോളം അച്ഛൻ്റെ ശുശ്രൂഷ വളരെ നിരവധിയായി അദ്ദേഹം ചെയ്തു. 2 കുഞ്ഞുങ്ങളുമായി ഈ ആലയത്തിലായിരുന്നു. പ്രിയ അച്ഛനെയും കുഞ്ഞുങ്ങളെയും ദൈവാനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞങ്ങൾ അടിയന്തരമായി കമ്മിറ്റി കൂടുകയും കമ്മിറ്റിയിൽ വെച്ച് അച്ഛന് ആശംസകൾ അർപ്പിക്കുകയും തുടർന്ന് നമ്മുടെ ഒരു സഭയുടെ ആരാധനയിൽ വന്ന് നമ്മുടെ സഭ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഉള്ള ദിനങ്ങളിൽ അച്ഛൻ മഞ്ചാടി സഭയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്.
ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. സഭയുടെ പേരിലുള്ള നന്ദിയെ ഞാൻ സമയം അറിയിക്കുന്നു. ഇന്ന് മുതൽ നമ്മുടെ സഭയിൽ അധ്യക്ഷനായി കടന്നു വന്നിരിക്കുന്നത് റവറൻഡ് ജോൺ ക്ലിഫോർഡ് അച്ഛനും കുടുംബവുമാണ്. ദക്ഷിണ കേരള മഹായിടവയിലെ സാമൂഹ്യ അമൃത തിരുമേനിയുടെ കാലഘട്ടത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിയേഷനായിട്ട് പ്രവർത്തിച്ച അച്ഛനാണ്. ഇതുകൂടാതെ നിരവധി മഹായിടവയിലെ ബോർഡുകളിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷ ഇന്നു മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തെ ആരാധന മുതലാണ് അച്ഛൻ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. ദൈവം അച്ഛനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയിലെ പ്രവർത്തനങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെയും സജീവമായ സാന്നിധ്യവും നമ്മുടെ ആരാധനകളുടെ പ്രവർത്തനങ്ങൾക്ക് സജീവമായ പ്രവർത്തനം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനെ വളരെ ആദരപൂർവ്വം, നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ വളരെ ആദരപൂർവ്വം ഈ സഭയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അച്ഛൻ്റെ കൊച്ചമ്മ ഷീബ കൊച്ചമ്മയാണ്. ഷീബ ക്ലിഫോർഡ് ദക്ഷിണ മഹായിടവയുടെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ ട്രഷററായിട്ട് ഈ നാളുകളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൊച്ചമ്മയും വളരെ ആദരപൂർവ്വം ഞാൻ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛന് 2 മക്കൾ. ഒരാൾ ആശിഷ് ക്ലിഫോർഡ് എറണാകുളം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിട്ടില്ല. രണ്ടാമത്തെ ആൾ ആഷ്ലിൻ ക്ലിഫോർഡ് 10ാം ക്ലാസ് പാസ്സായി നമ്മുടെ മധ്യ ഉണ്ട്. പ്രിയ മകനെയും വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ നമ്മുടെ സഭയിലെ ശുശ്രൂഷകൾക്ക് പ്രിയ മക്കളുടെ സേവനം വളരെ യാഥാർത്ഥ്യമായ തലങ്ങളിലേക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ എവിടെയും പ്രാർത്ഥനയും സഹകരണവും അതിനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. തുടർന്നുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ആരാധനകളൊക്കെ ഇങ്ങനെ ക്രമീകൃതമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലും നിങ്ങളുടെ സഹകരണം ഇത്രത്തോളം ഉണ്ടാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ളതിൽ ദിനങ്ങളിലും നമുക്ക് ഒരുമിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗീതം നമുക്ക് എഴുന്നേറ്റ് ആരംഭിക്കാം. 543 ഗീതം.
കരുണ നിറഞ്ഞ സ്വർഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹവും ശാന്തവുമായ ഈ നല്ല പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ശ്രദ്ധിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടുകൂടെ തിരുമുൻപാകെ സമർപ്പിക്കുന്നതിനും ഞങ്ങളെ ഒരുക്കേണ്ടതിന് അങ്ങയുടെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരവാദിത്വ ബോധമുള്ള മക്കളായി ദേശത്തെ പാർത്ത് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് നാഥന്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയത്തോടെ ജീവിക്കുവാൻ ഈ വചനകേൾവിയിലൂടെ ഞങ്ങളെ ശക്തരാക്കണമേ. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹീതമായ ഈ ആലയത്തിൽ ഒരുമിച്ച് ആരാധിക്കുന്നതിന് ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദക്ഷിണേന്ത്യാ സഭ കാര്യവിചാരകത്വത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇടവകയിലേക്ക് സ്വാഗതം ആശംസിച്ച സെക്രട്ടറി, ശുശ്രൂഷകർ എന്നിവരോടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിമനോഹരമായ ഉത്തരവാദിത്വത്തിൽ നിങ്ങളോടൊത്തു ചേരുന്നതിന് ദൈവം എനിക്ക് ഒരവസരം നൽകിയിരിക്കുന്നു. വിശുദ്ധ ആലയം മനോഹരമായി പട്ടണത്തിൽ പണിയുന്നതിന് നിങ്ങൾ ദീർഘകാലമായി അധ്വാനിച്ച് വരികയാണ്. ചില സന്ദർഭങ്ങളിൽ ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. ഈ ആലയത്തിൻ്റെ പണി ആരംഭിക്കുന്ന സമയം അന്ന് ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് അത് തരണം ചെയ്യുന്നതിന് സഭയിലെ അംഗങ്ങൾ മണൽ ലോറിയിൽ നിന്ന് മണൽ ഇറക്കുന്നത് അന്ന് ഞാൻ സാക്ഷിയായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പിങ്സ് ഉണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് അത് ഓർത്തതാണ്. അപ്പോൾ ദൈവം ഈ ആലയത്തിൻ്റെ പണികളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ പണിയുടെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. ഇത് എങ്ങനെ, എവിടെ, ഏത് മുഖാന്തരത്തിൽ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടായി. സംശയങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓർത്തിരിക്കേണ്ടുന്ന വസ്തുത, സർവശക്തനായ ദൈവം നമുക്കൊരു വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. ദാവീദ് രാജാവിന് പോലും നൽകാത്ത ഭാഗ്യം. ദാവീദ് കൊട്ടാര സമുച്ചയങ്ങളെല്ലാം പണിതു. താൻ ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ മനോഹരമായ കോട്ട പണിതു, കൊത്തളമുണ്ടാക്കി, കൊട്ടാര സമുച്ചയത്തിനകത്ത് പാർക്കുന്നു. നിനക്ക് പാർക്കുവാൻ ഞാൻ ഇടം ഉണ്ടാക്കാൻ പോവുകയാണ്. ദൈവം ദാവീദിനെ അനുവദിച്ചില്ല. ദൈവം ദാവീദിനോട് പറഞ്ഞത്, എൻ്റെ മകൻ അഥവാ അടുത്ത തലമുറ അത് നിർവഹിക്കും. ദൈവം അരുളി ചെയ്ത ആ ഭാഗ്യകരമായ അവസ്ഥ, അതിൽ നിങ്ങൾ പങ്കാളികളായിരിക്കുമ്പോൾ എനിക്കും അതിൽ ഭാഗമാകുന്നതിന് ദൈവം നൽകിയത് ഈ കാര്യവിചാരകത്വത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമായി ഞാൻ മനസ്സിലാക്കി കരുതുകയും അത് ഹൃദയത്തിൽ കരുതുകയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യവിചാരകത്വം അല്ലെങ്കിൽ കാര്യവിചാരകൻ എന്താണ്? ഇതെന്താണ് ഈ കാര്യവിചാരകത്വം? എനിക്കും നിങ്ങൾക്കും അഥവാ ഈ കാര്യവിചാരകർക്കുള്ള അവകാശങ്ങൾ എന്താണ്? ഉത്തരവാദിത്വങ്ങൾ എന്താണ്? പരിമിതികൾ എന്താണ്? ഇവ മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് ദൈവത്തിൻ്റെ പൊതുനാമത്തെ മഹത്വപ്പെടുത്തുക. ഇതാണ് ദൈവം എന്നിലൂടെയും നിങ്ങളിലൂടെയും നമ്മിലൂടെ ഈ ദേശത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നാം
നാം പ്രവേശിക്കുമ്പോൾ ഈ കാര്യവിചാരകൻ എന്നത് എന്താണ്? കാര്യവിചാരകൻ എന്ന പദത്തിന് കാര്യസ്ഥൻ, പരിചാരകൻ, മേൽനോട്ടക്കാരൻ, ഇങ്ങനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. കാര്യസ്ഥൻ, പരിചാരകൻ, മേൽനോട്ടക്കാരൻ. അപ്പോൾ ഈ കാര്യവിചാരകൻ കാര്യസ്ഥനായോ പരിചാരകനായോ മേൽനോട്ടക്കാരനായോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് ചില അവകാശങ്ങളുണ്ട്, അവന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, ചില പരിമിതികളുമുണ്ട്. അവകാശങ്ങളിൽ പ്രധാനം രണ്ടെണ്ണമാണ്. ഒന്ന്, ഉടമസ്ഥന് വേണ്ടി ഉടമസ്ഥനെ പോലെ പ്രവർത്തിക്കുക. ഉടമസ്ഥന് വേണ്ടി ഉടമസ്ഥനെ പോലെ പ്രവർത്തിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ സമർപ്പിതരായി ജീവിക്കുന്ന ഒരു സമൂഹം, അതിന് ആഹ്വാനം ചെയ്യപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ ഞാൻ ദൈവത്തിൻ്റെ കാര്യവിചാരകനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ, നാം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ ഉടമസ്ഥനായ ദൈവത്തിനു വേണ്ടി ഉടമസ്ഥനെ പോലെ പ്രവർത്തിക്കുവാൻ എനിക്ക് ഒരു ബാധ്യത ഉണ്ട്. ഇത് നാം മനസ്സിലാക്കുന്നത് കാനാവിൽ കല്യാണ വീട്ടിൽ വിരുന്നുവാഴി രുചി നോക്കുന്നു. അവിടെ ഉടമസ്ഥന് വേണ്ടി ആ കാര്യവിചാരകൻ കാര്യാദികളെ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടയാളമായി ഇത് നാം കാണേണ്ടതാണ്. രണ്ടാമത്തെ അവൻ്റെ അവകാശം ഉടമസ്ഥൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക. ഉടമസ്ഥൻ്റെ ഹിതം എന്താണ് എന്ന് ഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യവിചാരകത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്നതിന് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ സാവകാശങ്ങളെയാണ് എൻ്റെ അവകാശത്തിൽ രണ്ടാമതായി ഞാൻ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നത് എൻ്റെ അവകാശമാണ്. ഇനി നാം കാണുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങളും നൽകപ്പെട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനം ഉടമസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ കണക്ക് ബോധിപ്പിക്കണം. ഉടമസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ കണക്ക് ബോധിപ്പിക്കുക. ഈ കണക്ക് ബോധിപ്പിക്കുക എന്നത് നാം ഈ പറയുന്ന പൈസയുടെ കണക്കോ അല്ലെങ്കിൽ അത് മാത്രമല്ല, എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ നമ്മിൽ അർപ്പിച്ചിരിക്കുന്നുവോ, എന്തെല്ലാം ചുമതലകളിൽ നമ്മിൽ വരമേൽപ്പിച്ചിരിക്കുന്നുവോ, ഏതെല്ലാം കാര്യങ്ങൾ മേൽനോട്ടം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സംക്ഷിപ്തം, അതെങ്ങനെയെല്ലാം പ്രവർത്തിച്ചു, അതെന്തെല്ലാം ചെയ്തു എന്ന് ഉടമസ്ഥനോട് പറയുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം ഈ കണക്ക് ബോധിപ്പിക്കുന്നതിന് 100 ആടുകളുടെ ഉപമ നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ 99നെയും സുരക്ഷിത സ്ഥാനത്താക്കി ഒന്നിനെ അന്വേഷിച്ച് പോവുകയാണ് ഇടയൻ. ആ ഇടയൻ തൻ്റെ കാര്യവിചാരകത്വത്തിലുള്ള, തൻ്റെ പരിചരണത്തിലുള്ള, തൻ്റെ മേൽനോട്ടത്തിലുള്ള ആടിനെ അന്വേഷിച്ച് പോവുകയാണ്. കണക്ക് ബോധിപ്പിക്കുവാനുള്ള അവൻ്റെ ബാധ്യത. ഉത്തരവാദി ആയിരിക്കുക എന്നത് ഇതിനോട് ചേർന്ന് നമുക്ക് പറയാം, എങ്കിലും അത് കുറച്ചുകൂടെ ആഴമായ ഒരു ദർശനം നമുക്ക് നൽകുകയാണ്. ദാവീദ് രാജാവ് ഒരിക്കൽ ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്യമൃഗം വന്ന് അതിനെ വേട്ടയാടുന്നതിന് ശ്രമിച്ചപ്പോൾ ദാവീദ് ആട്ടിടയനായ ദാവീദ് അതിനോട് മല്ല് അടിച്ച് ആടിനെ രക്ഷിച്ച സംഭവം ഇവിടെ നാം ഓർക്കണം. അപ്പോൾ ഉത്തരവാദിയായിരിക്കുക എന്നത് ജീവനെ പണയപ്പെടുത്തിയും ഉടമസ്ഥന് വേണ്ടി അധ്വാനം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും. എങ്കിലും ചില പരിമിതികളും നമുക്കുണ്ട്. പരിമിതികൾ എന്നത് ഒരിക്കലും ഈ കാര്യവിചാരകനെ ഉടമസ്ഥനെ പോലെ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെങ്കിലും അവൻ്റെ പരിമിതി എന്നത് ഇതൊന്നും അവൻ്റെ സ്വന്തമല്ല. ഉടമസ്ഥനെ പോലെ പ്രവർത്തിക്കുവാനുള്ള അവകാശം അവനുണ്ട്, പക്ഷേ അവൻ്റെ പരിമിതി എന്നത്
അവന് സ്വന്തമായി ഇതൊന്നും ഇല്ല എന്നത് തന്നെ. രണ്ടാമത്തെ പരിമിതി യജമാനന് വേണ്ടി അല്ലെങ്കിൽ ഉടമസ്ഥന് വേണ്ടി അധ്വാനം ചെയ്യുമ്പോഴും അവൻ്റെ ഹിതം അറിയുമ്പോഴും സ്വന്തം ഇഷ്ടം നടത്തുവാൻ അവന് കഴിയുകയില്ല. ഇത് വ്യക്തമാക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് പാഠമായി വായിച്ച വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഇന്ന് പാഠമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമ ശ്രദ്ധേയമാണ്. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. ഇത് നിരവധി പ്രാവശ്യം നാം കേട്ടിട്ടുള്ള ഉപമയാണ്. പല വേദികളിൽ നാം പറഞ്ഞിട്ടുള്ളതാണ്. പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ ഇത് നാം ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു താലന്ത് എന്താണ്? ഒരു താലന്ത് അല്ലെങ്കിൽ അത് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്, അതിൻ്റെ വ്യാപ്തി എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് ചില സംഗതികൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറിയ ധാന്യം അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വസ്തുവകകളിൽ ഏറ്റവും ചെറുത്, ധാന്യമായി പറയാൻ പറ്റുന്ന ഏറ്റവും ചെറുത് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കടുകുമണിയാണ്. അതിനേക്കാൾ ചെറുത് നമ്മൾ ചീരയുടെ വിത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കടുകുമണി നമ്മൾ എടുക്കുക, അല്ല ചീരയുടെ വിത്താണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് എടുക്കുക. പണ്ട് കാലത്ത് ഈ സമ്പത്ത് അളന്നിരുന്നത് ഈ ധാന്യമണികളുടെ എണ്ണത്തിലാണ്. അപ്പോൾ രാജാക്കന്മാർ സംഭാവന നൽകിയിരുന്നത്, ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ധാന്യങ്ങളുടെ അളവിനൊത്തവണ്ണമുള്ള മണികളാണ്. ആ മണികൾ സ്വർണമോ വെള്ളിയോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ തൻ്റെ കാര്യവിചാരകരെ വിളിച്ച്, അല്ലെങ്കിൽ തൻ്റെ വേലക്കാരെ, ദാസന്മാരെ വിളിച്ചിട്ട് ഏൽപ്പിക്കുകയാണ്, താലന്ത് ഏൽപ്പിക്കുകയാണ്. ഒരാളിന് 5 താലന്ത്, മറ്റൊരാളിന് 2 താലന്ത്, മറ്റൊരാളിന് 1 താലന്ത്. 1 താലന്ത് എന്ന് പറയുന്നത് 6,72,500 ധാന്യമണികളാണ്. സൺഡേ സ്കൂൾ കുട്ടികളില്ല, സൺഡേ സ്കൂൾ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. 6,72,500 മണികൾ. അപ്പോൾ 1 താലന്ത് എന്നത് അന്ന് ഈ മനുഷ്യൻ നൽകിയ നാണ്യം 6,72,500 ധാന്യമണികളാണ്. അത് അങ്ങനെയുള്ള 5 താലന്തുകൾ ഒരുവനെ ഏൽപ്പിച്ചു, മറ്റൊരുവന് 2, മറ്റൊരുവന് 1. ഇത് ഏൽപ്പിച്ച് ഈ മനുഷ്യൻ യാത്രയായി. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നിങ്ങൾ സ്വയം ഇന്നത്തെ എക്കോണമിക് വാല്യൂ അനുസരിച്ച് കഴിയുന്നിടത്തോളം അതിനെ വിവരപ്പെടുത്തിക്കൊള്ളുക. അപ്പോൾ ഇത്രമാത്രം സമ്പത്ത് കയ്യിൽ കിട്ടിയ ആളുകൾ പറയുകയാണ്, തിരിച്ചു വന്ന് പറയുകയാണ്, യജമാനനെ അവിടെ നിന്ന് എനിക്ക് 5 എണ്ണമാണ് തന്നത്, 5 താലന്തുകളാണ് തന്നത്, ഞാനിത് 5 കൂടെ നേടിയിരിക്കുകയാണ്. അടുത്തയാൾക്കെന്ന് പറഞ്ഞാൽ, യജമാനെ നീ 2 താലന്തിൻ്റെ തന്നല്ലോ, ഞാനിത് 2 കൂടെ നേടിയിരിക്കുകയാണ്, അവനെ അതുപോലെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമതൊരുവൻ എന്ന് പറഞ്ഞത്, അതിനെ 5-2 എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെ പറയുകയാണ്, യജമാനനെ നീ അവർക്ക് ധാരാളം കൊടുത്തു, അതിൽ നിന്റെ പ്രധാന ദാസന് നൽകിയതിൻ്റെ 5-1 6,72,500 ധാന്യമണികളും അല്ലെങ്കിൽ ഈ വെള്ളി മുത്തുകളും ഞാൻ സൂക്ഷിച്ച് നഷ്ടമാകാതെ കുഴിച്ചിട്ടിരുന്നു. നീ തന്ന ഈ മണികളെല്ലാം ഞാൻ ഒരു കേടും കൂടാതെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ യജമാനനോട് പറയുന്നത് ഹൃദയഭേദകമായ ചില വസ്തുതകളാണ്. നീ എങ്ങനെയുള്ള മനുഷ്യനെന്ന് എനിക്കറിയാം. നീ പലതും അന്യായമായി കൊള്ളുകയാണ്. അതുകൊണ്ട് നിൻ്റേത്
ഇതാ ഞാൻ വച്ചേക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ എന്ത് എന്ന് മറ്റൊരുവന് അറിയുവാൻ സാധിക്കണം എന്നില്ല. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ താലന്തുകളുടെ മൂല്യം ഞാൻ നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല. ഒരുപക്ഷെ താലന്തുകളുടെ പട്ടികയിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ച് ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷകളിൽ സജീവമായി പങ്കെടുക്കുക അല്ലെങ്കിൽ ജനത്തെ ഒരുക്കുക എന്നത് ഞങ്ങൾ ശുശ്രൂഷകരായ ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, കുഞ്ഞുങ്ങളെ തിരുവചനം പഠിപ്പിക്കുന്ന അധ്യാപകർ, സഭയുടെ കാര്യാവലികൾ, ആളുകളുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സാഹചര്യങ്ങളിൽ ആളുകളെ സഹായിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഇതെല്ലാം ഓരോ താലന്തുകളാണ്. ഈ താലന്തുകൾ നാം വിനിയോഗിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം അതിമനോഹരം എന്നും അതിപരിശുദ്ധം എന്നും സജീവം എന്നും ജീവിക്കുന്ന ഒരു സമൂഹം എന്നും നമ്മെക്കുറിച്ച് ലോകം അറിയുന്നത്. ലോകർ അനേകർ സഭയെ നോക്കിയ ശേഷം ക്രിസ്തു ഇല്ലാത്ത, തല ഇല്ലാത്ത എന്ന് നമ്മെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവോദ്ദേശം ഈ കാര്യവിചാരകത്വത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ സ്വഭാവ വിശേഷങ്ങൾ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം, ഇന്നത്തെ ധ്യാനഭാഗത്തിന് വേണ്ടി പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവഭക്തന്മാരാണ്, നിങ്ങൾ സത്യവാന്മാരാണ്, നിങ്ങൾ ദുരാദായം വെറുക്കുന്നവരാണ്, നിങ്ങൾ പ്രാപ്തിയുള്ളവരാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുക്കണം. പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് കാര്യവിചാരകത്വത്തോടുകൂടെ ചെയ്യുവാനുള്ള കടമ എനിക്ക് ഉണ്ട്. ഒരുപക്ഷെ ഞാൻ കാര്യസ്ഥനായിരിക്കാം, ഒരുപക്ഷെ ഞാൻ പരിചാരകനായിരിക്കാം, ഒരുപക്ഷെ മേൽനോട്ടക്കാരനായിരിക്കാം. ഇത് ഏത് അവസ്ഥയിലായാലും സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഭാഗ്യം, എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന പദവി, അവകാശങ്ങൾ, ഉത്തരവാദിത്വം, പരിമിതി എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണ്. ഈ ദൈവത്തെ മനോഹരമായ ദൈവിക സാന്നിധ്യം അറിഞ്ഞ് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്നു എന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നു എന്നും പറയുന്നതിന് പകരം ഒരുമിച്ച് നിന്ന്, ഒരുമിച്ച് അധ്വാനിച്ച്, ഒരുമിച്ച് കടമകളെ നിർവഹിച്ച്, അത് ഏത് സാഹചര്യത്തിലായാലും കാര്യസ്ഥനെന്നോ പരിചാരകനെന്നോ മേൽനോട്ടക്കാരനോ എന്ന വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അർപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ലഭ്യമായിരിക്കുന്ന താലന്തുകളുള്ള ധാന്യമണികൾ അല്ലെങ്കിൽ മണികൾ എത്ര എന്നുള്ളതല്ല, എനിക്ക് നൽകിയിരിക്കുന്നത് ഞാൻ വ്യാപാരം ചെയ്യുന്നു, അതിൽ ഞാൻ വിശ്വസ്തനായി നിൽക്കുന്നു. ഞാൻ ഉടമസ്ഥനെ പോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഉടമസ്ഥന്റെ ഹിതമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. ഉടമസ്ഥനത് ചോദിക്കുമ്പോൾ ഞാൻ കണക്ക് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നൽകുന്നു. ഇത് നമ്മുടെ അവകാശമാണ്. ഇതിനാണ് ദൈവം നമ്മെ വിളിച്ച് ചേർത്തിരിക്കുന്നത്, നമുക്ക് ഈ ഭാഗ്യ പദവി നൽകിയിരിക്കുന്നത്. അത് ഒരുമിച്ച് ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, അനുഗ്രഹവും ശാന്തവുമായ ഈ വിശുദ്ധ ദിവസം അവിടുന്ന് ഞങ്ങളെ കാര്യവിചാരകത്വത്തിലേക്ക് സ്വീകരിച്ച്
നിരവധി താലന്തുകൾ ഞങ്ങളുടെ മേൽ തന്ന് ഞങ്ങൾക്ക് ഈ ദേശത്ത് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാഥാ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നാളിൽ അങ്ങയുടെ മുൻപിൽ നിൽക്കേണ്ടുന്നവരാണെന്ന് ഓർത്ത് ജീവിക്കുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്ന ആലയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അധ്വാനം ചെയ്ത എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആയുസ്സിൽ ഇതിൻ്റെ പങ്കാളികളാകുവാനോടുന്ന കൃപ പകർന്നുവല്ലോ. ഉത്സാഹത്തോടുകൂടെ പണിത് കർത്താവെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ. നാഥാ, ഞങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന ഭാഗ്യകരമായ ഈ സാഹചര്യങ്ങളും അവസരങ്ങളും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിച്ച് വെറുവെറുപ്പില്ലാതെ അധ്വാനം ചെയ്ത് ഉത്സാഹത്തോടുകൂടെ തിരുസന്നിധിയിൽ വരുന്നവരായി ജീവിപ്പാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വവും സ്വീകരിക്കണമേ. രക്ഷിതാവിന്റെ ധനനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തോടെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും കാലാന്ത്യത്തോളം നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കുമാറാകട്ടെ.